അരീക്കോടിന്റെ പ്രത്യേക രുചിക്കൂട്ടുമായി അരനൂറ്റാണ്ട് സ്നേഹത്തോടെ വിരുന്നൂട്ടിയ ജോളി ഹോട്ടൽ അരീക്കോട്. സർക്കാർ ആശുപത്രികളിലെ പോരായ്മകളും കുറ്റവും കുറവുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞാടാറുണ്ട്. എന്നാൽ മധുരം നിറഞ്ഞ ഒരു വാർത്തയാണ് ഇന്ന് ന്യൂസ് 10 ചാനൽ പുറത്തുവിടുന്നത്. അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ കാൽപാദം മുറിച്ചു മാറ്റി അസുഖബാധിതനായി 2 മാസത്തോളമായി ചികിത്സയിലായ പാലക്കാട് സ്വദേശി ഊർങ്ങാട്ടീരിയിൽ താമസിക്കുന്ന തച്ചമ്പറമ്പിൽ എടനൊട്ടി ബാലനാണ് ഇന്ന് തന്റെ വാർഡ് മെമ്പർ രായൻകുട്ടിയുടെയും അരീക്കോട് താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെ മുന്നിലും കൈകൂപ്പി നിറഞ്ഞ മനസ്സിൽ കണ്ണു നിറഞ്ഞ് നന്ദി പറഞ്ഞത്. ആരാരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോയ ബാലനെയാണ് വാർഡ് മെമ്പറും ആശുപത്രി ജീവനക്കാരും ചേർത്ത് പിടിച്ച് ചികിത്സ നൽകി സുഖപ്പെടുത്തിയത്. എനിക്ക് ഫുള്ളായിട്ട് സഹായിച്ചതും ചെയ്തതും എല്ലാം കൊണ്ടു നടന്നതും നമ്മളെ വാർഡ് മെമ്പറാണ് രായൻകുട്ടിയാക്ക. തെച്ചാമ്പറമ്പ് ഉറുകാട്ടി പഞ്ചായത്തിലെ മെമ്പറാണ്. മോപ്പറാൻ എന്നെ കൊണ്ടുവരും. ഊർങ്ങാട്ടേരി പഞ്ചായത്തിലെ തച്ചമ്പറമ്പിൽ താമസിക്കുന്ന ബാലനെ ജോലിക്കിടെയാണ് കാലിന് അപകടം പറ്റിയത്. തുടർന്ന് കാൽപാദം മുറിച്ചു മാറ്റി. ഇതോടെ ദുരിതത്തിലായി തനിച്ച് താമസിക്കുന്ന ബാലനെ തൻ്റെ സഹോദരനെ പോലെ ചേർത്തു നിർത്തി എല്ലാ പ്രയാസങ്ങളിലും കൂടെ നിന്ന് സഹായിച്ച മതസൗഹാർദ്ദത്തിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെയും വലിയ മാതൃക തീർത്തിരിക്കുകയാണ് ഊർങ്ങാട്ടേരി പഞ്ചായത്തിലെ തച്ചമ്പറമ്പ് വാർഡ് മെമ്പർ രായൻകുട്ടി. അപകടം പറ്റിയത് മുതൽ ആരും തന്നെ കൂടെയില്ലാത്തതിനാൽ ഇദ്ദേഹത്തോടൊപ്പം ചികിത്സകൾക്കായി കൂടെ നിൽക്കുകയാണ് രായൻകുട്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്കും ശേഷം 2 മാസത്തിലേറെയായി അരീക്കോട് താലൂക്ക് ആശുപത്രിയിലും അഡ്മിറ്റായ ബാലന് എന്നും രാവിലെ എത്തി ഭക്ഷണവും മറ്റ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകി കൂടെ നിൽക്കുകയാണ് ഇദ്ദേഹം. രായൻകുട്ടി പോകുമ്പോൾ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും പരിചരിക്കാൻ ആളില്ലാതിരുന്ന ബാലനെ സഹായിച്ചു. കാൽപാദത്തിൽ പഴുപ്പ് കയറി ദുരിതത്തിലായ ബാലന് ഇന്ന് സുഖം പ്രാപിച്ച് ആശുപത്രി വിടുകയാണ്. ബാലൻ പറയുന്നത് കേൾക്കാം. വാർപ്പിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 2ാം നില പളകടിക്കുന്നുണ്ട്, തട്ടടിക്കുന്നുണ്ട്. അപ്പോൾ അടിയത്തെ 1ാം നില സൺസൈഡ് മേൽ കാൽ വെച്ചിട്ട് 2ാം നില സൺസൈഡിക്ക് മുളൻ്റെ മുട്ട് കൊടുക്കുക. ആ മുട്ട് കൊടുത്തത് ഈ കാല് ഫസ്റ്റത്തെ നിലൻ്റെ സൺസൈഡ് മേലാണ് കാല്. അപ്പോൾ മുകളിൽ ഒരാൾ ലെവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൺസൈഡ് മേൽ നിന്നിട്ടാണ് ഈ മുട്ട് താത്തലും പൊന്തിക്കലൊക്കെ ഉള്ളത്. ആ സമയത്ത് മുട്ട് ലൂസായി ഈ കാൽമേൽ ജാമായി. അടിയിൽ സൺസൈഡാണ് ഇത്, അടിയിൽ സൺസൈഡ്, ഇതിൻ്റെ മേലെ കാല്, ഇതിൻ്റെ മേലെ മുട്ട് ഇങ്ങനെ ജാമായി. നമ്മളെ മെമ്പറാണ്, നമ്മളെ വാർഡ് മെമ്പറാണ് രായൻകുട്ടിയാക്ക. മോപ്പര് എന്നെ കൊണ്ടുപോയി എന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി സുഖമാക്കി. അവിടുന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മുറിക്കണം, അല്ലെങ്കിൽ പൾപ്പ് മേപ്പിട്ട് കയറുമെന്ന് പറഞ്ഞു. ഞാൻ മുറിക്കാൻ സമ്മതിച്ചില്ല. പിന്നെ മോപ്പര് പറഞ്ഞ് മുറിച്ചാലും അവർക്ക് ചുവട് അടക്കാൻ ചകായി മുറിച്ചാലാന്ന് പറഞ്ഞു. അപ്പോൾ മോപ്പര് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് കാൽ മുറിച്ച് അവിടെ കിടന്ന് 1 മാസം പോലെ കിടന്നു. 1 മാസം പോലെ കിടന്ന് ഒരു വിധം മുറിയൊക്കെ ഒന്ന് ഇതായി. പിന്നെ അവിടുന്ന് അവിടെ കൂടുതൽ നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് അവിടെ ആ പീച്ച് മെഡിക്കൽ കോളേജ് അവിടെ പോയിട്ട് ഒരു 10-12 ദിവസം നിന്നു. പിന്നെ അവിടുന്ന് ഡിസ്ചാർജായി. അപ്പോൾ അവിടുന്ന് നേരെ സാറിൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഇവിടെ അരീക്കോട് ഹോസ്പിറ്റലിൽ. ഇവിടെ ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. 2 മാസം. ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വളരെ ഉസാറാണ്, ഒരു കുഴപ്പമില്ല. സിസ്റ്റർമാരും സാറ് എപ്പോഴും വന്ന് കാണും, നല്ലോണം നോക്കലുണ്ട്. സാർ മാത്രമല്ല, വേറെ 2 സാർമാരുണ്ട്. സാറില്ലാത്തപ്പം സാറ് ഏൽപ്പിച്ച് പോകും, അവർ വന്ന് നോക്കും. എനിക്ക് ഫുള്ളായിട്ട് സഹായിച്ചതും ചെയ്തതും എല്ലാം കൊണ്ടു നടന്നതും നമ്മളെ വാർഡ് മെമ്പറാണ് രായൻകുട്ടിയാക്ക. തെച്ചാമ്പറമ്പ് ഉറുകാട്ടി പഞ്ചായത്തിലെ മെമ്പറാണ്. മോപ്പറാൻ എന്നെ കൊണ്ടുവരും. രാത്രി ഭക്ഷണങ്ങൾ കൊണ്ടാൽ തരും, ഉച്ചയ്ക്ക് കൊണ്ടുവരും. രാവിലെ ഇവിടെ വന്ന ശേഷം രാവിലെ പിന്നെ ചായയും കടിയൊക്കെ ഒന്നും തന്നിട്ട് പോകും. പിന്നെ വൈകുന്നേരം ഒരു 6-7 മണിക്ക് പിന്നെ വീണ്ടും ചോറും
ചോറ് കറിയൊക്കെ കൊണ്ടുവരും, അത് കൊടുത്തേച്ച് പോകും. അപ്പം കാര്യമായിട്ട് നോക്കുന്നത് എൻ്റെ വാർഡ് മെമ്പർ പ്രൈവറ്റൊക്കെയാണ് എന്നെ നോക്കുന്നത്. എന്നെ ആശുപത്രി കൊണ്ട് നോക്കണം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മൂപ്പര് തന്നെ എന്നെ കൊണ്ട് വാരി വലിച്ച് കൊണ്ടുപോയി വണ്ടി വിളിച്ച്, അന്ന് 12,000 റുപ്യ വണ്ടിക്ക് ഇവിടുന്ന് വിളിച്ചു പോയപ്പോൾ വേറെ 4 ആൾക്കാരുണ്ട്. എന്നാൽ എനിക്ക് നടക്കാൻ കഴിയില്ല. അങ്ങനെ പിന്നെ കോഴിക്കോട് എന്നെ എത്തിച്ച് രാത്രി 8-9 മണിക്ക് അവിടെ ചെന്ന് 9 മണിക്ക് ചെന്നിട്ട് ബെഡിൽ കിടക്കുന്നത് എപ്പോഴാണെന്നറിയോ? നേരം വെളുത്തപ്പോൾ. അതുവരെ കുറേ കല്ലാസുകളും ശരിയാക്കാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാം റെഡിയാക്കി. അന്ന് ഫുള്ളായിട്ട് ഉറക്കം വെച്ചത് ഇയാളാണ് നമുക്ക് വേണ്ടിയിട്ട്. ഞാൻ ഹിന്ദുവാണ്, മൂപ്പര് മുസ്ലിമാണ്. അപ്പോൾ അത് ഹിന്ദു മുസ്ലിമിന് നോക്കിയില്ല, ഒരു കൂടപ്പിറപ്പ് പോലത്തെ ഒരു സഹോദരനെ പോലെ വിചാരിച്ചിട്ടാണ് എന്നെ അത്രയ്ക്കും നോക്കിയത്. തനിച്ച് താമസിക്കുന്ന ബാലനെ ചേർത്ത് പിടിച്ച രായൻകുട്ടി മതസൗഹാർദ്ദത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും വലിയ മാതൃകയാണ് തീർത്തത്. എൻ്റെ പേര് രായൻകുട്ടി കപ്പൂര്. ഞാൻ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് തെച്ചമ്പറമ്പിലെ മെമ്പറാണ്. ഞാൻ കുറേ കാലം മുന്നേ ഇങ്ങനെ ആരെങ്കിലും വിഷമത്തിലാകുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലും ആരും അറിയാതെ, എൻ്റെ വീട്ടുകാർ പോലും അറിയാതെ അവർക്ക് വേണ്ടി ഒരു ദിവസമൊക്കെ നിന്ന് കൊടുക്കലൊക്കെ ഉണ്ട്. ബ്ലഡ് വേണമെന്ന് പറയുമ്പോൾ ബ്ലഡ് ഉള്ള സ്ഥലത്ത് നിന്ന് അതിൻ്റെ ആൾക്കാരെ കണ്ടുപിടിച്ച് എത്തിച്ചു കൊടുക്കലുണ്ട്. അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ. ഒരു ചാരിറ്റീൻ്റെ ആളുമാണ്. വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കുക. ഇവൻ ഒരു 17-ാം വയസ്സിൽ തെച്ചമ്പറമ്പിൽ വരികയും മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് മുന്നേ മഞ്ചേരി ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. അനിൽ സലീം ഡോക്ടറെ ഒരു അളിയൻ വിളിച്ചെങ്ങാണ്ട് ഞാൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഡോക്ടറുമായിട്ട് സംസാരിച്ച് എന്നോട് പറഞ്ഞത് ഇത് വലിയ പ്രശ്നം ഉണ്ട്, അതുകൊണ്ട് കോഴിക്കോട് കൊണ്ടുപോയി കാണിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. വീണ്ടും ഡോക്ടർ വിളിച്ച് അങ്ങനെ കൊണ്ടുപോയി കട്ട് ചെയ്തു. കാല് പൊറാടി കട്ട് ചെയ്യാൻ നിവർത്തിയില്ല. കാര്യം ഓനോട് പറയാതെ എന്നെ കൊണ്ടാണ് പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഇവനെ കാണുന്നില്ല. പോയി നോക്കുമ്പോൾ വിളിച്ചപ്പോൾ വിളി കേട്ടു. ഓൻ നിൽക്കണ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഓൻ്റെ ഭാര്യയിൽ നട്ടല് ഇതൊക്കെ പുറത്തേക്ക് കാണാം. അത്രക്കും ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ ഓനോട് സംസാരിക്കാൻ നിൽക്കാതെ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു. അതിന് ശേഷം രാത്രിയും രാവിലെയൊക്കെ ഓനൊന്ന് വന്ന് കാണും, ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. അടുത്ത വീട്ടിൽ നിന്ന് റബ്ബ് മുസ്ലിയാരുടെ വീട്ടിൽ നിന്ന് ഉച്ചക്കല ഊണ് കൊടുക്കും. അങ്ങനെയായി കുറേ മെച്ചപ്പെട്ടു. അങ്ങനെ ഇവൻ മയകി ആകെ വൃത്തികേടായി. പാലിയേറ്റീവിൻ്റെ ആൾക്കാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇനി മെമ്പറെ ഇവിടുന്ന് കെട്ടാൻ പറ്റില്ല, ചെറിയൊരു പുയ്യ അരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, പിന്നെ ഇത് വാസന തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ 4 ദിവസം വീണ്ടും വൈകി. അങ്ങനെ ഒരു ഇടപെടൽ ഇല്ലാതെ ആരെങ്കിലും ഒന്ന് ശുശ്രൂഷിക്കാനുണ്ടെങ്കിൽ ആ കാല് കട്ട് ചെയ്യേണ്ടിയില്ലായിരുന്നു. അപ്പോൾ ആയതുകൊണ്ട് കൊണ്ടുപോയി പാദം കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് തന്നെ കുറച്ചെങ്കിലും സഹായിച്ച് ടോമ കെയറിൻ്റെ ആൾക്കാരാണ്. റജീസാറിനൊരു പെണ്ണും അതിൻ്റെ ഒപ്പമുള്ള ആൾക്കാരുമാണ് എന്നെ സഹായിച്ചത്. അങ്ങനെയാണ് കാല് കട്ട് ചെയ്ത് ബീച്ചിലേക്ക് മാറ്റി അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ നല്ല പരിചരണവും കാര്യം കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ഡിസ്ചാർജ് ചെയ്തപ്പോഴും ഞാൻ അഡ്മിറ്റ് ആക്കി ഇവിടെ തന്നെ നിർത്താൻ കാരണം. രായൻകുട്ടി ഇല്ലാത്ത സമയങ്ങളിൽ രോഗിയെ സഹായിക്കുന്നതിലും ആവശ്യമായ സൗകര്യമൊരുക്കുന്നതിലും സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ആശുപത്രി ജീവനക്കാരുടെ പ്രവർത്തനവും ഏറെ പ്രശംസനീയമായി. രായൻകുട്ടി വലിയ മനസ്സിനുടമയാണെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ബാലൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി 2 മാസം മുന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പാദത്തിൻ്റെ അറ്റം ആംപുട്ടേഷൻ രീതിയിൽ ബാക്കി വലിയ മുറിവുണ്ടായിരുന്നു. മുറിവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡ്രസ്സിങ്ങിന് വേണ്ടി ഇവിടെ അഡ്മിറ്റ് ആയത്. ആരുമില്ലാത്ത ഒരാളായതുകൊണ്ട് ഊർങ്ങാട്ടി പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പറായിരുന്നു അവരെ കൂടെ ഫുൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2 മാസത്തിലധികം ഇപ്പം അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ഡെയിലി ഡ്രസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ മുറി ഏകദേശം ഫുള്ള് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവർ വേറെ സ്ഥലത്തോട് പോവുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ രോഗിക്ക് ഇത്രയും വലിയ സേവനം നമ്മൾ ആശുപത്രിയിൽ ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സ്റ്റാഫിനെ എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്ക് പൂർണ്ണ രോഗമുക്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്റ്റാഫുകളും അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആരും ഇല്ലാത്തവരാകുമ്പോഴത്തേനും ഒറ്റപ്പെട്ടുള്ള ഫീലിംഗ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. എല്ലാ ഷിഫ്റ്റിലുള്ള നഴ്സിംഗ് ഓഫീസേഴ്സ് ആയാലും അവരുടെ മുറിവ് ക്ലീൻ ചെയ്യുന്ന ഡ്രസ്സ് ചെയ്യുന്ന നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ബാക്കി ഗ്രേഡ് 2s, ഡോക്ടേഴ്സ് എല്ലാവരും നല്ല പരിചരണം കൊടുത്തിട്ട് ഇന്ന് അവർ പോകുന്ന സമയത്ത് അവർക്ക് വളരെ വിഷമമുണ്ട്. നല്ലൊരു കുടുംബത്തോടെ ഒരു സ്വന്തം കുടുംബങ്ങളെ പോലെ നമ്മൾ ആശുപത്രി ജീവനക്കാർക്ക് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. രോഗിയായ ബാലനെ 2 മാസം സ്ഥിരമായി പരിചരിച്ച വാർഡ് മെമ്പർ തച്ചമ്പറമ്പിൽ രായൻകുട്ടിയെ ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട പൊന്നാട അണിയിച്ച് ആദരിച്ചു.
ഇന്ന് ഡിസ്ചാർജ് ആകുന്ന ബാലന് ആവശ്യമായ വസ്ത്രങ്ങളെല്ലാം ആശുപത്രി ജീവനക്കാരാണ് നൽകിയത്. ആശുപത്രിയിൽ പുതുതായി തുടങ്ങിയ ക്രോണിക് ഡിസീസ് മാനേജ്മെന്റ് യൂണിറ്റിൽ അഡ്മിറ്റായ രോഗിക്ക് മികച്ച ചികിത്സയാണ് ലഭിച്ചത്. നിരവധി പരിമിതികൾക്കുള്ളിൽ നിന്നും മികച്ച ചികിത്സ നൽകി ബാലന് പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്ത ആത്മസംതൃപ്തിയിലാണ് ആശുപത്രി ജീവനക്കാർ. ന്യൂസ് 10 അരീക്കോട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.